അക്കാദമിയുടെ ഈ ഗുരുവായൂരിൽ നടന്ന സാഹിത്യ ശില്പശാല, ചെറുകഥയ്ക്ക് വേണ്ടിയുള്ള സാഹിത്യ ശില്പശാലയിൽ പങ്കെടുക്കുക. പിന്നീട് അവരന്ന് വളരെയേറെ സുഹൃത്തുക്കളായി മാറുകയും ആ ബന്ധം നിലനിർത്തുകയും പിന്നീട് ആ ബന്ധം ഔപചാരികമായി ഔദ്യോഗികമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതിൻ്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ സംസ്കാരത്തിനും സാഹിത്യത്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഒരു സംഘടന രൂപീകരിച്ചു. അപ്പോൾ ആ സംഘടനയുടെ പേരൊന്നും മാറ്റിയിട്ടുള്ളൂ. സംഘടന ഉള്ളത് തന്നെയാണ്. സജീവമായി പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും നമ്മുടെ രാധാകൃഷ്ണനാണ് അതിൻ്റെ ആദ്യഘട്ടം മുതലേ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി സജീവമായി രംഗത്തുള്ളത്. അദ്ദേഹമായിരുന്നു തൃശ്ശൂരിൽ നമുക്കെടുത്ത തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന ശ്രീ രവീന്ദ്രൻ അതിൽ പങ്കാളികളായിരുന്നു. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ ആസ്ഥാനമായിട്ടാണ് ആരംഭിച്ചെങ്കിൽ പോലും അന്ന് പങ്കെടുത്തിരുന്ന പര്യാടകരുമായി സഹകരിച്ച് മുന്നോട്ട് പോയ പ്രവർത്തനങ്ങളുമായി ഭാഗമായി നടത്തിയിരുന്നു. 1982 ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എന്നെ സഹകരിക്കാനുള്ള ഒരു വിശാല മനസ്സ് രാധാകൃഷ്ണനും രവീന്ദ്രനൊക്കെ തന്നെ എപ്പോഴും തയ്യാറാവുന്നുണ്ട്. നല്ല ഓർമ്മകളാണ് നമ്മുടെ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം. സാഹിത്യ ക്യാമ്പുകൾ ധാരാളമായി കഴിഞ്ഞപ്പോൾ നമുക്ക് പങ്കെടുത്ത ക്യാമ്പുകളെ പറ്റിയൊന്നും ഓർക്കാൻ പറ്റില്ല. ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് തങ്ങളെത്ര ഒരു കൊല്ലം സാഹിത്യ ക്യാമ്പുകൾ പങ്കെടുക്കുന്ന ഓർമ്മയാനില്ല. കാരണം അത്രയധികം സാഹിത്യ ക്യാമ്പുകൾ സാഹിത്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലുള്ള ഔദ്യോഗിക സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, പിന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് ഇപ്പോൾ നടക്കുന്ന നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉപയോഗിക്കാൻ വളരെ ശക്തമായി ഇത്തരം ക്യാമ്പുകളുടെ സംസ്കാരത്തിന് വേണ്ടി നീക്കിവെക്കുന്ന ബഡ്ജറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർ നിരവധി ക്യാമ്പുകൾ പ്രധാനമായും കുട്ടികൾക്ക് വേണ്ടി നടത്താറുണ്ട്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് വളരെ സജീവമായി അവരുടെ സ്ഥാപനങ്ങൾ വിദ്യാരംഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ കൃത്യമായ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എഴുതി തുടങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അത്തരം കൂട്ടായ്മകൾക്ക് യാതൊരു കുറവുമില്ല. മാത്രമല്ല ഇപ്പോൾ പരസ്പരം ബന്ധപ്പെടാൻ എഴുത്തുകാർ തമ്മിൽ ഒക്കെ തന്നെ എഴുത്തുകാർ തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ കാര്യങ്ങളിലും അത് എഴുത്തിന് അനിവാര്യമായിട്ട് വരും. കാരണം എഴുത്തിൽ ധാരാളം പ്രതിസന്ധികളുണ്ടാവും, വ്യക്തിപരമായ പ്രതിസന്ധികളുണ്ടാവും, അതുപോലെ തന്നെ ഭാഷാപരമായ പ്രശ്നങ്ങൾ, സാങ്കേതികമായ പ്രശ്നങ്ങൾ, സാഹിത്യത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെയും ഗതിവിധികൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയണം. സാഹിത്യം എഴുതുന്ന സാഹിത്യത്തിൻ്റെ ഗതിവിധികൾ, ഭാഷയുടെ ഗതിവിധികൾ, അതിനെ പല സമ്പത്തിൻ്റെയും ലോകത്തിൻ്റെയും ഒക്കെ തന്നെ ഗതിവിധികളൊക്കെ തന്നെ അറിയുന്നത്. കൃഷ്ണമായ സാഹിത്യത്തിന് മലയാളത്തിലുള്ളതായ വായിക്കുന്നവർക്കൊക്കെ അറിയാം. അത് കൈകാര്യം ചെയ്യാത്ത വിഷയങ്ങളില്ല. സാമ്പത്തിക ശാസ്ത്രവും ചരിത്രവും സയൻസും ടെക്നോളജിയും സാഹിത്യത്തിന് വിഷയമല്ലാത്ത യാതൊന്നുമില്ല. ഫിലോസഫിയും മനഃശാസ്ത്രവും ഒക്കെ തന്നെ സാഹിത്യത്തിൻ്റെ വിഷയങ്ങളാണ്. പലപ്പോഴും ചില നോവലുകൾ വായിക്കുമ്പോൾ, മലയാളത്തിലെ സമ്പന്നമായ പല നോവലുകൾ വായിക്കുമ്പോൾ അവരതിൽ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങളിൽ അവരെത്ര പണ്ഡിതന്മാരാണെന്ന് നമുക്ക് അനുഭവപ്പെടും. കേരളീയ ചില കൃതികൾ വായിക്കുമ്പോൾ പൊളിറ്റിക്സ് എന്ന കാര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് 10 മടങ്ങ് അറിവും സൂക്ഷ്മമായ നിരീക്ഷണ വൈദഗ്ധ്യവുമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കൃതിയും ഈ കേരളത്തിൽ. പൊളിറ്റിക്സ് മാത്രമല്ല, എല്ലാം പത്രപ്രവർത്തനം, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം, എല്ലാ കാര്യങ്ങളും ഇത്രമാത്രം ജ്ഞാനമുള്ള ഒരാൾ അത്രയും സംസാരിക്കുന്നത് നമുക്കറിയാവുന്നതായിരുന്നു. അപ്പോൾ എഴുത്തുകാരൻ എന്ന് പറയുന്നത് അങ്ങേയറ്റം
സർവകലാശാലയും ഇത്ര ഡോക്ടറേറ്റ്, ഇത്ര വലിയ വായനക്കാരൻ, ഇത്ര വലിയ നിരീക്ഷകൻ ആയാൽ മാത്രമേ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് പരസ്പരമുള്ള കൂടിക്കാഴ്ചകൾ, ഔപചാരികവും അനൗപചാരികമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഇതുവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കഥയും നോവലൊക്കെ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യം പറയാം. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ തന്നെ ഇന്നത്തെ കുറേ യാത്രാ സൗകര്യങ്ങളോ കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളോ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ തന്നെ എഴുത്തുകാർ പരമാവധി കൂടിച്ചേരാറുണ്ട്. നമുക്ക് അവർ ചില കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കിയിരുന്ന ചില ജനവിഗ്രഹങ്ങളും അതുപോലെ തന്നെ വലിയ വൻകിട അപൂർവമായിട്ടുണ്ടാകുന്ന ചില പ്രത്യേക മലയാള പോലുള്ള നമ്മുടെ ഭാഷാഭൂഷണി അവർക്കുണ്ടായിരുന്നത്. ഭാഷാഭൂഷണി സഭ എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അപ്പനവരെ തൃശ്ശൂരിലെ രസികരി സഭ എന്ന പേരിൽ അദ്ദേഹം ഒരു സഭ നടത്തിയിരുന്നു. ഏറ്റവും വലിയ സംഭവമാണ് തൊഴിലുള്ള നമ്പരല്ലെയും അതുപോലുള്ള മറ്റുള്ളവരിലേക്ക് ഒരു കളരി. അപ്പോൾ അവിടേക്കൊക്കെ ആളുകൾ എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നീട് സാഹിത്യ പരിഷത്തും സാഹിത്യ സമിതിയൊക്കെ രൂപീകരിച്ചവരുടെ കാലഘട്ടത്തിൽ പോലും യാത്രാ സൗകര്യങ്ങളൊന്നും വിപുലമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായൊരു ദിവസമൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല. നമുക്ക് ഏതാണ്ട് ഇന്ന മാസത്തിൽ കൂടാം എന്ന് പറഞ്ഞിട്ട് പറയാൻ കഴിയുന്ന യാത്ര ചെയ്ത് എത്തിപ്പെടുന്നതിനനുസരിച്ചാണ് കുടിക്കുകയാണ് ചെയ്യുന്നത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുടന്ന വരെ കോട്ടയത്തേക്ക് സ്ഥിരം പോയിരുന്ന ആളാണ്. ഞാനിപ്പോൾ ആലോചിക്കുകയാണ് എങ്ങനെയാണ് അദ്ദേഹം പോയിരുന്നത്, എത്ര ദിവസം അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടി വന്നിരിക്കും, എത്ര യാത്രാ മാർഗങ്ങൾ അദ്ദേഹത്തിന് അവതരിക്കും. കൊടുങ്ങല്ലൂരിൽ നിന്ന് അദ്ദേഹത്തിന് വെള്ളത്തിൽ കയറി യാത്ര ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ രാമവണ്ടി കഴിഞ്ഞ് കുതിരവണ്ടി കഴിഞ്ഞ് പുറത്ത് നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലങ്ങളും അദ്ദേഹം എത്തിച്ചേർന്നത്, അവർക്ക് എത്തിച്ചേർന്നത്. എന്നിട്ട് പോലും അവരിത്രമാത്രം ബുദ്ധിമുട്ടിയിട്ട് തന്നെ പോയിരുന്നത് സമാന മനസ്കരായിട്ടുള്ള എഴുത്തുകാരെ കാണാനും അവരുടെ രചനാതന്ത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ വിചാരങ്ങളൊക്കെ നേരിട്ട് അറിയുന്നതിനും നമ്മുടെ എഴുത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് അവർ കണക്കാക്കിയാണ്. ഇപ്പോൾ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സാഹിത്യ ക്യാമ്പുകൾ ധാരാളമായി, യാത്രാ സൗകര്യങ്ങൾ ധാരാളമായി, ലോകത്തിൽ മലയാളികൾ കേരളത്തിലാണ് ആൾക്കാർ കുറവാകുന്ന കാരണം പെടാറില്ല. അപ്പോൾ മുഴുവൻ ആൾക്കാരും മലയാളികളിലേക്കാണ്ട് സാഹിത്യകാരന്മാരുടെ കൂടുതൽ പുതിയ ആൾക്കാരും അവിടെയാണ് പോകുന്നത്. ഒരു തീർത്ഥാടനം പോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ലോകത്തിലെ പല കോണുകളിൽ നിന്ന് സാഹിത്യ കൂട്ടായ്മകളിലൊക്കെ തന്നെയും മലയാളി എഴുത്തുകാർ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകാനുള്ള സൗകര്യമുണ്ട്, യാത്രാ സൗകര്യവും സാമ്പത്തിക സൗകര്യമുണ്ട്. ഇപ്പോൾ പോയില്ല എന്നൊക്കെ ഞാൻ തന്നെയും വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ തന്നെ അനുഭവിക്കാം. വാട്സപ്പ് കൂട്ടായ്മകൾ, ഫേസ്ബുക്ക് കൂട്ടായ്മകൾ, പലതരം കൂട്ടായ്മകളൊക്കെ ആയിട്ട് ചെയ്യാൻ സംബോധന നോക്കി വിളിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 1988 കേരള നടന്ന കാലത്ത് ഇത്തരം സാധ്യതകളൊന്നും സൗകര്യങ്ങൾ കുറേയൊക്കെ ആയി കഴിഞ്ഞിരുന്നു. എങ്കിൽ പോലും പല ഭാഗങ്ങളിൽ നിന്നുള്ള കടൽ സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗുരുവായൂരിലാണ് ക്യാമ്പ് നടക്കുന്ന പ്രത്യേകതയുണ്ട്. ഗുരുവായൂർ ഒരു നമ്മുടെ കേരളം മുഴുവൻ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണല്ലോ ഗുരുവായൂർ. അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല നമ്മുടെ ദൂർ ഡിവിഷൻ വളരെ സജീവമായി ഉണ്ടായിരുന്ന സമയമായിരുന്നു. ഞാൻ ഓർക്കുന്നത് ദൂരിനെയാണ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിട്ട്. ദൂരാണ് സർവത്രികമായിട്ട് എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. ഭക്ഷണം, എന്തെങ്കിലും കിടപ്പ്, മറ്റത് പ്രസംഗങ്ങൾ, എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെട്ടിരുന്നതായിരിക്കും. കാരണം അദ്ദേഹം അവിടുത്തെ കാര്യങ്ങളാണ് ദേവസ്വമൊക്കെ എഴുതുന്നുണ്ട്. മാത്രമല്ല മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് ആ കാലഘട്ടത്തിൽ. അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കാൻ നോക്കുന്നുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലഘട്ടത്തിൽ എഴുത്തുകാർ തന്നെ പുസ്തകം വിൽക്കണം. അപ്പോൾ എഴുത്തുകാർക്ക് പുസ്തകം വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് അങ്ങനെ ആളുകൾ വായിക്കാനും വളരെ എളുപ്പമല്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് ബഷീറുടെ പുസ്തകം വെച്ചിട്ടുണ്ട്. ബഷീർ പുസ്തകം വെച്ചാൽ പുസ്തകം എഴുതിയിട്ടുണ്ട്. കാരണം എന്താ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ തന്നെ വളരെ ചെറുതായതുകൊണ്ട് അന്ന് തൊഴിലാളികൾക്ക് ധാരാളം പുസ്തകം വായിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ആലപ്പുഴയ്ക്കായിരുന്നു. ആലപ്പുഴക്കല്ല, അവിടെ കശുവണ്ടി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ. ഒരു ബോട്ട് കടന്നിട്ടാണ് പോവുക. ബോട്ട് കയറ്റിയിലാണ് ഇവർ കുറേ സമയം കടന്നു നിൽക്കുമ്പോൾ അവർ
ഞങ്ങൾ പുസ്തകം കൊടുക്കും. അപ്പോൾ ബഷീറിൻ്റെ പുസ്തകം അവർ മേടിക്കും. അവരപ്പോൾ തന്നെ വായിക്കുന്നതാണ്. അപ്പോൾ തന്നെ ആ പുസ്തകം എടുത്തത് ബോട്ടിലേക്ക് അല്ലെങ്കിൽ ബോട്ടിലിരുന്നു. അങ്ങനെ വായന കഴിഞ്ഞു കണ്ടു കഴിഞ്ഞാൽ ബഷീർ അവരുടെ എഴുതിയില്ല. സുഹൃത്തെ, താങ്കൾ എന്തായാലും പുസ്തകം വായിച്ചു കഴിഞ്ഞു, എനിക്ക് തിരിച്ചു തരാമെങ്കിൽ വേറെ ആൾക്ക് മുകളിൽ പറഞ്ഞിട്ട് ബഷീർ ഒരു പുസ്തകത്തിന് 3-4 തവണ വിട്ടിട്ടുണ്ടെന്ന് ബഷീർ എഴുതി. അപ്പം അന്ന് ചെറുപ്പകാലത്ത് ഗുരുവായൂരിൻ്റെ കാലത്ത് പുസ്തകങ്ങളൊക്കെ ചുരുക്കാൻ നോക്കിയാണ്ട് ഗുരുവായൂർ ഏകദേശിക്ക് അവിടെ നേരത്തെ ചുരുക്കിയിരുന്ന കഥ അന്ന് ഗുരു പറഞ്ഞു. അപ്പോൾ രാത്രിയാണ്, അപ്പോൾ വിളക്കില്ല. വിളക്കൊക്കെ മേടിച്ച് യുദ്ധത്തിൻ്റെ കാലൊക്കെ എണ്ണ മേടിക്കാൻ വേണ്ടി ചിലവ് ദൂരമാണ്. അപ്പോൾ ഒരു കൈമ ഈ തത്തേനെ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം പുറത്തേക്ക് കാക്കാത്തിന്ന് പറയുന്ന അവർ ഉണ്ടാവും. അതിലൊരു സ്ത്രീയുടെ മണ്ണെണ്ണ തൊട്ടടുത്ത് അവരുടെ അവതാരത്തിൽ ഇരുന്നിട്ടാണ് താൻ പുസ്തകത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം പോകും. അതുപോലെ തന്നെ രാമനഗർ ശ്രീരാമൻ അതൊക്കെ അന്ന് ക്യാമ്പസ് കുറവായത് കാരണം നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത്. നമ്മൾ കുറേ ചെറുപ്പമായതുകൊണ്ടും പ്രത്യേകിച്ച് ഓർമ്മയിൽ. അപ്പോൾ അതിൻ്റെ ആ സ്നേഹിച്ച് ഉൾക്കൊണ്ടുള്ള ഒരാളെ നമുക്ക് വളരെ സജീവമായി കുറേ മുന്നോട്ട് പോയി. ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ചടങ്ങിൽ പ്രധാനമായിട്ടുള്ള കുറേ പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടക്കുന്നത്. അതിൽ PRK ചാനലിൻ്റെ ലോകത്തിൻ്റെ മേൽക്കുടിയിലൂടെ ഒരു യാത്ര എന്ന പേരിൽ ഹിമാലയത്തെക്കുറിച്ച് അദ്ദേഹം മുമ്പ് എഴുതിയിട്ടുണ്ട്. ധാരാളം കൃതികൾ എഴുതിയിട്ടുള്ള എഴുത്തുകാരനാണ് PRK ചാനൽ. യാത്രാപരമായാലും മറ്റെന്തായാലും വായിക്കാനായിട്ട് വളരെ രസകരമായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള രസകരമായ ഭാഷ ഉപയോഗിക്കുന്ന എഴുത്തുകാരനാണ്. ഞാൻ അതിനുള്ള കൃതികളെക്കുറിച്ചും വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ വിജയനുദയകുമാർ രക്തസാക്ഷിക്കുന്ന എന്ന കൃതി KR ഇന്ദ്രൻ്റെ പുറത്ത് വായിക്കാനായിട്ട് വ്യത്യാസം കിട്ടി. നല്ലൊരു ഭാഷാശൈലി എഴുതിയിട്ടുള്ള കൃതിയാണ്. പിന്നെ TK രാധാകൃഷ്ണൻ്റെ ഒരു ക്യാമ്പസ് എന്നതിൻ്റെ ഓർമ്മയ്ക്ക് കഥകളുടെ സമാഹാരം. അപ്പോൾ ഈ കൃതികളുടെയൊക്കെ തന്നെ പ്രകാശനം നടക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തന്നെ പ്രകാശനം ഇത് വാങ്ങിച്ചിട്ടുള്ള ഇതിലേക്ക് വാങ്ങുന്ന സുഹൃത്തുക്കൾ യും അതുപോലെ തന്നെ യൂസുഫിയും സുരേഷ് കുമാറും ശ്രീജയും ഒക്കെ തന്നെ ആ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും. അത് കഴിഞ്ഞ് വയലാറിൻ്റെ നമ്മുടെ കുമാറാണ് എൻ്റെ പഴയ സുഹൃത്താണ്. വയലാർ ചർമ്മവർഷയും ഈ ബുക്സിൻ്റെ എഡിറ്ററായിട്ടുള്ള ഡോക്ടർ വി ശോഭ അവരുടെ പ്രത്യേക അനുഭവമായിട്ടുള്ള പ്രസാദനത്തെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട പുസ്തകശാലയാണ് പബ്ലിഷേഴ്സാണ് ഈ ബുക്സ്. പുസ്തകത്തിൽ ഇന്നത്തെ എഴുത്തിനെ സംബന്ധിച്ചും എഴുത്തുകാരെക്കുറിച്ചും പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ അർഹതയുള്ള ഒരാളാണ് ശ്രീമതി ശോഭ. പിന്നെ എൻ്റെ വളരെ കാലം ഞാൻ അത് എനിക്ക് ഓർമ്മ വരുന്ന കാര്യം, ഞങ്ങൾ MP മോഹനുണ്ട്. ഞങ്ങളൊരു ക്യാമ്പിൽ വെച്ചിട്ടാണ് ആദ്യമായി പരിചയപ്പെട്ടത്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ദേശാഭിമാനി സർക്കിളിൻ്റെ കോഴിക്കോട് ജില്ലയിലെ മുപ്പത്ത് വെച്ചൊരു ചെറുതറ ക്യാമ്പിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായി കണ്ടത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള കാലഘട്ടത്തിൽ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവനം അതിലേക്ക് കടന്നേ ആയിട്ടില്ല ഒമാരെ കാലഘട്ടം എന്ന് പറയാം. അപ്പോൾ അന്നൊക്കെ ഉണ്ടാകുന്ന സ്നേഹബന്ധങ്ങൾ, പ്രത്യേകിച്ച് വീട്ടുകാർ ഉണ്ടാകുന്ന ബന്ധങ്ങൾ തന്നെ വളരെ കൃത്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് എത്രയോ കാലങ്ങൾക്ക് ശേഷം ആ ബന്ധം ഞാൻ കൊണ്ടുപോകുന്നു. പിന്നെ ആശംസകൾ കേട്ട് ഈ പരിപാടി എന്തായാലും ഒരു സാഹിത്യ സദസ്സ് കൂടി നമ്മുടെ തൃശ്ശൂർ കേന്ദ്രമായി സജീവമാകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ. കാരണം എത്ര സാഹിത്യ സദസ്സുകൾ ഉണ്ടായാലും അത് കൂടുതലാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മനുഷ്യർ തമ്മിലുള്ള സംവാദനം, പ്രത്യേകിച്ചും ആശയതലത്തിൽ സർഗാത്മകതയുടെ തലത്തിൽ നടക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിൻബലമാണ്. പ്രത്യേകിച്ച് ലോകത്തിലെല്ലാവരും ജനാധിപത്യം പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പലതരത്തിലുള്ള അധികാര മേധാവിത്വവും വംശാധിപത്യങ്ങളും മതഭീകരതകളും ജാതി മേധാവിത്വവും ഒക്കെ തന്നെ തിരിച്ചു വന്നുകൊണ്ടിരുന്നത്
ഇതൊക്കെ പണ്ടുകാലത്ത് ലോകത്തെല്ലായിടത്തും ഉണ്ടായതാണ്. മനുഷ്യനതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ പിന്നീട് മനുഷ്യൻ വിവേകശാലിയാവുകയും ജനാധിപത്യ ബോധം ഉണ്ടാവുകയും മാനവികതയിൽ വരുകയും അതിൻ്റെ വലിയ സാഹിത്യങ്ങളിൽ പങ്കുവച്ചു. ഏതൊരു രാജ്യത്തൊരു സാമൂഹിക പരിവർത്തനം ഉണ്ടായിട്ടുള്ളൂ, അവിടെയൊക്കെ തന്നെ വിശുദ്ധമായിട്ടുള്ള സാഹിത്യ സൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷിൽ യൂറോപ്പിലാവാം, യൂറോപ്പിൻ്റെ ഒരു പടിഞ്ഞാറ് ഭാഗമായിട്ടുള്ള ബ്രിട്ടനിലാവാം, ഇംഗ്ലീഷിൽ, പിന്നീട് ഫ്രഞ്ചിൽ, റഷ്യൻ ഭാഷയിൽ, ലാറ്റിൻ അമേരിക്കയിൽ, ആഫ്രിക്കയിൽ ഒക്കെ സ്ഥലങ്ങളിൽ മനുഷ്യൻ മോചനമാഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല സാഹിത്യ സൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ജനാധിപത്യവും മതേതരത്വവും മാനവികതയും സാമൂഹിക രീതിയും ഒക്കെ തന്നെ ഉയർന്നു വരുന്നതിൽ വലിയ പങ്ക് സാഹിത്യം വഹിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാനം എന്ന് പറയുന്നത് പ്രധാനമായും സാഹിത്യമാണ്. ഇവിടുത്തെ ജാതി നേതാക്കൾക്കും അതുപോലെ തന്നെ അനാചാരങ്ങളും അന്യോന്യമുള്ള വെറുപ്പും വിദ്വേഷവും കൂടായ്മയും ഒക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കേരളം പരിവർത്തനോചിതമായി മുന്നോട്ട് വന്ന അതിൻ്റെ പിന്നിൽ നമ്മൾ കുറേ കുറേ നവോത്ഥാന നായകന്മാരുടെ പേരാണ് പറയുന്നത്. പക്ഷെ അവർ തന്നെ സാഹിത്യകാരനല്ല. നാരായണഗുരു ഒക്കെ തന്നെ കേരളത്തിലെ മഹാകവികളിലും ബന്ധപ്പെടുത്താവുന്നതല്ല. അതുകൂടാതെ തന്നെ നവോത്ഥാനത്തിൻ്റെ പിൻബലമായിരുന്ന കുമാരനാശൻ്റെ കൃതികൾ, ഓഷാന്തവനൻ്റെ കൃതികൾ, അത്തരത്തിലുള്ള മഹത്തായ കൃതികളൊക്കെ തന്നെ വീട്ടിൽപ്പെട്ട ഒരുപാട്. അപ്പോൾ ഇന്ന് വീണ്ടും ജനാധിപത്യവും മതേതരത്വവും സാമൂഹിക രീതിയും ഒക്കെ തിരിച്ചു പോവുകയും അഭിനാധികാരവും ഫാസിസവും അതൊക്കെ ഒരു കാലഘട്ടത്തിൽ രക്തഭംഗികമായി ആയിരക്കണക്കിന് മനുഷ്യരെ കൊല്ലുകയും കുഞ്ഞുങ്ങളുടെ നിരവധി കൊലപാതകങ്ങൾ വേർതിരിക്കുകയും ചെയ്താണ്. ഇന്നും വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞിപ്പോൾ വീണ്ടും കൊലപാതകങ്ങളും കൊലപാതകങ്ങളും വംശാധിപത്യത്തിൻ്റെയും സംഘടനത്തിൻ്റെയും മതഭീകരതയുടെ പേരിൽ കുഞ്ഞുങ്ങളുടെ നടപടികളും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ജനാധിപത്യത്തെ തിരിച്ചുകൊണ്ടുവരിക അല്ലെങ്കിൽ കൂടുതലും സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേറ്റവും വലിയ പങ്ക് വഹിക്കാൻ കഴിയുക സാഹിത്യത്തിനാണ്. അപ്പോൾ സാഹിത്യത്തെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിച്ച് അത് മാത്രമേ ആ ഒരു കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിനത്തരത്തിലുള്ള സംവാദങ്ങൾക്കും സദസ്സുകൾക്കും ഇപ്പോഴത്തെ രീതിയിലുള്ള പ്രഭാഷണങ്ങൾക്കും ഒക്കെ തന്നെ സഹായകരമാകുന്ന സമന്വയ സാഹിത്യവേദി സജീവമാകുന്നതിനുള്ള സന്തോഷം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത